നമസ്കാരം. ചാപ്റ്റർ 2 റെസിപ്റ്റ്, ദെയർ കളക്ഷൻ ആൻഡ് ചെക്ക് 9-ാമത്തെ പേജിലുണ്ട്. സർക്കാരിൻ്റെ വരവും അവയുടെ കളക്ഷനും അതിൻ്റെ പരിശോധനയാണ് ഈ ചാപ്റ്ററിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അതിൽ പേജ് നമ്പർ 9 4-ാമത്തെ ആർട്ടിക്കിളിൽ ദ ഐറ്റം ഓഫ് ഗവൺമെൻറ് റവന്യൂ with which departmental authority deal include the land revenue, the procedure of state tax and duties, the charge made for supplying water from government source for irrigation etc. and other fee for service rendered. ഇവരൊക്കെ വരവുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ്, the revenue from government estate such as forest and other miscellaneous items. സർക്കാരിൻ്റെ വരവുകളെ കുറിച്ചിട്ടാണ് 4-ാമത്തെ ആർട്ടിക്കിൾ പറയുന്നത്. പരീക്ഷയ്ക്ക് ഒരു പ്രാവശ്യം ചോദിച്ചാണ്. പിന്നെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഗവൺമെൻറ് സർവൻറ്റ് ഇൻട്രസ്റ്റഡ് വിത്ത് ദ കളക്ഷൻ ഓഫ് റവന്യൂ. സർക്കാരിൻ്റെ റവന്യൂ കളക്ട് ചെയ്യുന്ന റെമിറ്റ് ചെയ്യുന്നതിൻ്റെ ഡ്യൂട്ടിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അത് 5-ാമത്തെ ആർട്ടിക്കിൾ കളക്ഷനാണ്. അത് 5-ാമത്തെ ആർട്ടിക്കിൾ ഐറ്റം ബേസ് പറഞ്ഞിട്ടുണ്ട്. 5 ഐറ്റം പറഞ്ഞിട്ടുണ്ട്. അതിൽ 4-ാമത്തതും 5-ാമത്തതും പ്രധാനപ്പെട്ടതായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതായത് 5-ൽ 4ഉം 5-ൽ 5ഉം. അതൊന്ന് ശ്രദ്ധിക്കുക. ബ്ലോഗിലത് കൃത്യമായിട്ട് ചേർത്തിട്ടുണ്ട്. ഈ ചാപ്റ്ററിലെ ചോദ്യോത്തരങ്ങൾ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ചോദ്യങ്ങൾ പഠിക്കുക. അടുത്ത പേജ് 10-ാമത്തെ പേജിൽ 7-ാമത്തെ ആർട്ടിക്കിൾ റെമിറ്റൻസ് ആണ്. റെമിറ്റൻസിൽ 2-ാമത്തെ 7-ൽ 2 വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് തവണ ചോദിച്ചതാണ്. ഒരു കളക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ദ ഡെയിലി കളക്ഷൻ ഓഫ് ഈച്ച് ഓഫീസർ ഷുഡ് ബി റെമിറ്റഡ് ഇൻ ടു ട്രഷറി ദ നെക്സ്റ്റ് വർക്കിംഗ് ഡേ. പിന്നെ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വീക്ക് ഓൺ ദ ലാസ്റ്റ് വർക്കിംഗ് ഡേ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കുക. അതിൻ്റെ ചോദ്യം കൊടുത്താൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതിൽ 7-ൽ 3ഉം പരീക്ഷയ്ക്ക് വന്നതാണ്. 8-ാമത്തെ അക്കൗണ്ട്സ്, മെയിൻ്റെനൻസ് ഓഫ് പ്രോപ്പർ അക്കൗണ്ട്സ്. അത് ആർട്ടിക്കിൾ ചോദിച്ചതാണ്. മെയിൻ്റെനൻസ് ഓഫ് പ്രോപ്പർ അക്കൗണ്ട്സ് ഏത് ആർട്ടിക്കിളാണെന്ന് പരീക്ഷയ്ക്ക് വന്നതാണ്. 10-ാമത്തെ പേജ് കഴിഞ്ഞു. 11-ാമത്തെ പേജിൽ 8-ൻ്റെ 5-ാമത്തെ ഐറ്റംസ് ഒന്ന് നോക്കാം. അത് 7-ാമത്തെ ഐറ്റംസിൽ 7-ൽ 1ഉം ഒന്ന് ശ്രദ്ധിക്കുക. ഡിപ്പാർട്ട്മെൻറ്റൽ റവന്യൂ അക്കൗണ്ട് ഷുഡ് നോട്ട് ബി കമ്പൈൽഡ് ഫ്രം ദ റിട്ടേൺ പ്രിപ്പയർഡ് ബൈ ദ ട്രഷറി. 12-ാമത്തെ പേജ് എടുക്കുക. 12-ാമത്തെ പേജിൽ 3-ാമത്തെ ഐറ്റം പരീക്ഷയ്ക്ക് കുറച്ച് 2-3 പ്രാവശ്യം പറഞ്ഞാണ്. റവന്യൂ കളക്ഷൻ ഇൻ വൺ ഡിസ്ട്രിക്ട് ഓൺ അക്കൗണ്ട് ഓഫ് അനദർ ഷുഡ് ക്രെഡിറ്റഡ് ഇൻ ദ ട്രഷറി അക്കൗണ്ട് ഓഫ് ദ റിസീവിംഗ് ഡിസ്ട്രിക്ട് അണ്ടർ ദ അപ്രോപ്രിയേറ്റ് ഹെഡ് ഓഫ് അക്കൗണ്ട് ആൻഡ് ദ ഫാക്ട് ഇൻറ്റിമേറ്റഡ് ടു ദി അപ്രോപ്രിയേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസർ ഇൻ ദ ഡിസ്ട്രിക്ട് കൺസേൺ. അതായത് ഒരു ജില്ലയുടെ റവന്യൂ മറ്റൊരു ജില്ലയിൽ കളക്ട് ചെയ്തിട്ട് അടക്കേണ്ടത് ആ ജില്ലയിലെ പിരിക്കുന്ന ജില്ലയിലെ ട്രഷറി ഡിസ്ട്രിക്ട് ട്രഷറിയിലാണ്. ആ ട്രഷറിയിൽ അടക്കേണ്ടത്. അത് ഈ കൺസേൺ ജില്ലാ ഓഫീസറെ അറിയിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ 4-ാമത്തെ ഐറ്റത്തിൽ ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. 5-ാമത്തത് പേജ് നമ്പർ 13 ഡ്യൂട്ടീസ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റൽ കൺട്രോളിംഗ് ഓഫീസർ ഇൻ റെസ്പെക്റ്റ് ഓഫ് മെയിൻ്റെനൻസ് ഓഫ് അക്കൗണ്ട് 9-ാമത്തെ ആർട്ടിക്കിളാണ്. ആദ്യത്തെ പാരഗ്രാഫ് ഒന്ന് വായിക്കാം. അതിൽ 5-ാമത്തത് റീകൺസിലേഷനെ കുറിച്ചിട്ടാണ്. സർട്ടിഫിക്കറ്റ് ഓഫ് റീകൺസിലേഷനെ കുറിച്ചിട്ടാണ് 5-ാമത്തെ ആർട്ടിക്കിൾ പറയുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. അതിൻ്റെ ചോദ്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് 13-ാമത്തെ പേജിലെ ഏറ്റവും ലാസ്റ്റ് സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധിക്കുക. ദ ചീഫ് കൺട്രോളിംഗ് ഓഫീസേഴ്സ് ഷുഡ് ഫർണിഷ്, അടുത്ത പേജ് എടുക്കുക 14-ാമത്തെ, സർട്ടിഫിക്കറ്റ് ടു ഗവൺമെൻറ് ഇൻ ദ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ടു ദ ഫോളോവിങ് എഫക്റ്റ് ഓൺ 30th September ആൻഡ് 31st March എവറി ഇയർ. അതായത് ട്വൈസ് ഇൻ ആൻ ഇയറിൽ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്നാണ് പറയുന്നത്. അതൊന്ന് ശ്രദ്ധിക്കാം. അത് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് വരുന്നതാണ്. ആ സർട്ടിഫിക്കറ്റിൻ്റെ മോഡൽ, സർട്ടിഫിക്കറ്റ് ഓഫ് റീകൺസിലേഷൻ മോഡൽ അതിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്നും പരീക്ഷയ്ക്ക് വന്നതല്ല. അടുത്ത ഡ്യൂട്ടീസ് ഓഫ് ഇൻസ്പെക്ടിംഗ് ഓഫീസർ ഇൻ ചെക്കിംഗ് റവന്യൂ കളക്ഷൻ 10-ൽ 1, 10-ൽ 2ഉം ഒന്ന് നോക്കാം. 10-ൽ 3 അതും ഒന്ന് ശ്രദ്ധിക്കാം. അതിൻ്റെ ചോദ്യങ്ങൾ ബ്ലോഗിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അടുത്ത പേജ് 15-ാമത്തെ പേജ്. അതിൽ 11-ാമത്തെ ആർട്ടിക്കിൾ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ ചാർജ് ഓഫ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് റവന്യൂ ഷുഡ് കീപ് ദ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫുള്ളി ഇൻഫോംഡ്. ആ സെൻറ്റൻസ് മൊത്തം ഒന്ന് വായിക്കുക. പരീക്ഷയ്ക്ക് വന്നതാണ്. അടുത്തത്
വളരെ പ്രധാനപ്പെട്ടൊരു ഹെഡിങ്ങാണ്. സ്പെഷ്യൽ റൂൾ ഫോർ പെർട്ടിക്കുലർ ക്ലാസ് ഓഫ് റെസിപ്റ്റ്. അത് ആർട്ടിക്കിളും പരീക്ഷയ്ക്കൊന്ന് പറഞ്ഞതാണ്. അതിൽ റെൻ്റ് ഓഫ് ഗവൺമെൻറ് ബിൽഡിംഗ് ഡ്യൂ ഫ്രം ഗവൺമെൻറ് സെർവൻറ്റ്, അത് പ്രധാനപ്പെട്ടതാണ്, വായിക്കണം. ഗവൺമെൻറ് സെർവൻറ്റ്, സർക്കാർ ബിൽഡിങ് ഗവൺമെൻറ് സെർവൻറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ റെൻറ്റ് കളക്ട് ചെയ്യുക, ആര് കളക്ട് ചെയ്യേണ്ടത്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫ് ഡിവിഷൻ, ആ രീതിയിൽ പറയുന്ന സംഭവങ്ങളാണ്. അടുത്ത പേജ് എടുത്തു കഴിഞ്ഞാൽ 16-ാമത്തെ പേജിൽ ആദ്യത്തെ രണ്ടാമത്തെ ഐറ്റം, ആ രണ്ടാമത്തെ ഐറ്റം വായിക്കാം. ഈ ഷുഡ് ഫർണിഷ് ടു ദി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൺസേൺ ആ സെൻറ്റൻസ് ഒന്ന് വായിക്കാം. അതിൽ ഫോം നമ്പർ 1A കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ പേജ് നമ്പർ 17 ബി ഡ്യൂട്ടീസ് ഓഫ് ഹെഡ് ഓഫ് ഓഫീസ് ഓർ ഡ്രോയിങ് ഓഫീസർ. അത് ആദ്യത്തെ 14 ശ്രദ്ധിക്കുക. അതിൽ ഫോം നമ്പർ 1B കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ 4-ാമത്തെ ഐറ്റം നോക്കാം, അതും ഒന്ന് വായിക്കാം. 4-ാമത്തെ ഐറ്റം ഇത് പരീക്ഷയ്ക്ക് വന്നതാണെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. അടുത്ത പേജ് 18-ാമത്തെ പേജിൽ 8-ാമത്തെ ഐറ്റം, ഇഫ് എ ഗവൺമെൻറ് സെർവൻറ്റ് വെക്കേറ്റ് എ ഗവൺമെൻറ് റെസിഡൻസ് ബിഫോർ ലാസ്റ്റ് ഡേ ഓഫ് എ മന്ത് ഓവിങ് ടു ഹിസ് ഡിപ്പാർച്ച് ഓർ ട്രാൻസ്ഫർ, ലീവ് ഓർ റിട്ടയർമെൻറ്റ്, ദ ഡിമാൻഡ് ഫോർ ദ റെൻ്റ് ഓഫ് ദ parts of the month for which it is due should be made at once so that the amount due may be recovered before his departure. അയാൾ ട്രാൻസ്ഫർ ആകുമ്പോൾ, മറ്റ് ലീവ് ആകുമ്പോൾ, റിട്ടയർ ചെയ്യുമ്പോഴും ആ പൈസ നേരത്തെ അടക്കണം എന്നാണ് അത് പറയുന്നത്. 19-ാമത്തെ പേജിൽ 6-ാമത്തെ ഐറ്റം ഒന്ന് നോക്കാം. 20-ാമത്തെ പേജിൽ അത് 19-ാമത്തിൻ്റെ കണ്ടിന്യൂഷനാണ്. 7-ാമത്തെ ഐറ്റത്തിൻ്റെ കണ്ടിന്യൂഷനാണ് വരുന്നത്. അത് ഡ്രോയിങ് ഓഫീസർ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നുള്ള കീ വേർഡാണ് പരീക്ഷയ്ക്ക് വന്നത്. അടുത്ത പേജ് 21-ാമത്തെ പേജ്, 20-ൽ കാര്യമായിട്ടൊന്നുമില്ല. 21-ാമത്തെ പേജിൽ അത് 20-ാമത്തെ ആർട്ടിക്കിളും 21-ാമത്തെ ആർട്ടിക്കിളും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാണ് റെൻ്റ് ഓഫ് ഗവൺമെൻറ് ബിൽഡിംഗ്, ലാൻഡ്സ് എറ്റ്സെട്ര ഡ്യൂ ഫ്രം പ്രൈവറ്റ് പേഴ്സൺ ആൻഡ് പെൻഷനേഴ്സ്. അത് 2-3 തവണ ചാപ്റ്റർ ആ ആർട്ടിക്കിൾ ഒന്ന് വായിക്കാം. അതിൽ ഹയർ ഓഫ് ഓഫീസ് അക്കോമഡേഷനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്, അതും കാര്യമായിട്ട് ശ്രദ്ധിക്കുക. അതിൽ ഏറ്റവും താഴത്തെ സെൻറ്റൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ദ മുനിസിപ്പൽ ടാക്സ് ആക്സസ്ഡ് ഓൺ ദ ആനുവൽ വാല്യൂ ഓഫ് ബിൽഡിംഗ് ഇൻ വിച്ച് ദ അക്കോമഡേഷൻ ഈസ് പ്രൊവൈഡഡ് ഓർ ഓൺ ദ ലാൻഡ് അപ്പർട്ടൈനിങ് ടു ദം ഷുഡ് ബി പെയ്ഡ് ബൈ ദ ഓണർ എന്നുള്ളത് ഒരു കീ വേർഡാണ്. അടുത്ത പേജ് 22-ാമത്തെ പേജ് എടുക്കുക. അതിൽ നോട്ട്, ആദ്യത്തെ നോട്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. റെൻ്റ് റിക്കവേർഡ് ഫ്രം ഓഫീസേഴ്സ് ഷെയറിംഗ് ഓഫീസ് കം റെസിഡൻഷ്യൽ accommodation is private building will be classified as receipt of the departments concerned. അതിൻ്റെ താഴെ ഫൈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡ്യൂട്ടീസ് ഓഫ് ഗവൺമെൻറ് ഓഫീസേഴ്സ് ഇൻ ദ റിയലൈസേഷൻ ഓഫ് ഫൈൻസ്, ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 23. അടുത്ത പേജിൽ 23-ാമത്തെ പേജിൽ ആദ്യത്തെ സെൻറ്റൻസ് എന്നാണ്, ഈച്ച് കോർട്ട് സിവിൽ ഓർ ക്രിമിനൽ ഷുഡ് സബ്മിറ്റ് ടു ദി ഡിസ്ട്രിക്ട് ജഡ്ജ് or the district magistrate as the case may be a monthly statement in form number 2 showing the demand, collection and balance of fine levied and written off by it and the amounts refunded in respect of fines. അടുത്ത പേജ് മറിയിക്കുക. 24-ാമത്തെ പേജിൽ 24-ാമത്തെ പേജിൽ 24-ാമത്തെ ആർട്ടിക്കിളിലെ ആ ഹെഡിങ് അതും പരീക്ഷയ്ക്ക് വന്നത് പ്രൊസീഡ് ഫോർ കീപ്പിംഗ് അക്കൗണ്ട്സ് റിലേറ്റിംഗ് ടു ഫൈൻ. ഏത് ആർട്ടിക്കിളാണ്? 24-ാമത്തെ ആർട്ടിക്കിളാണ്. അത് ആദ്യത്തെ സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധിക്കാം. ഈച്ച് കോർട്ട് ഷുഡ് മെയിൻറ്റെയിൻ, ശ്രദ്ധിക്കണം, 2 റെമിറ്റൻസ് ബുക്ക്, 1 വിത്ത് ഹെഡിങ് കോർട്സ് ഓഫ് ലോ ആൻഡ് ഇത് അതർ വിത്ത് ഹെഡിങ് സ്റ്റാമ്പ്സ്. ഇത് നിരവധി തവണ പരീക്ഷയ്ക്ക് വന്നതാണ്. അതിൻ്റെ നോട്ടും ഒന്ന് ശ്രദ്ധിക്കാം, നോട്ടും ഒന്ന് വായിക്കാം. അതിൻ്റെ കീവേഡ് സർട്ടിഫൈഡ് ബൈ ദ ട്രഷറീസ്. കീവേഡ് എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് മൾട്ടിപ്പിളായിട്ട് വന്നത് ഉത്തരം എന്നുള്ള രീതിയിലാണ്. അടുത്തത് പരീക്ഷയ്ക്ക് സ്ഥിരം വരുന്നതാണ് 25-ാമത്തെ പേജിൽ 27-ാമത്തെ ആർട്ടിക്കിൾ. അതായത് 26-ാമത്തെ ആർട്ടിക്കിൾ 25 പ്രൈസിംഗ് ഓഫ് സ്റ്റേഷനറി, 26 പ്രൈസിംഗ് ഓഫ് പബ്ലിക്കേഷൻ. അതിൽ 27 ആസ് എ ജനറൽ റൂൾ, 2-ാമത്തെ പാരഗ്രാഫിൽ ആസ് എ ജനറൽ റൂൾ പബ്ലിക്കേഷൻ ഷുഡ് ബി പ്രൈസ്ഡ് ഓൺ എ കോസ്റ്റിംഗ് സിസ്റ്റം ആൻഡ് ദ സെയിൽ പ്രൈസ് ഷുഡ് ബി ഫിക്സഡ് അറ്റ് 50% above the cost price in order to cover the commission on sale etc and store and distribution. The cost is arrived at as below. Cost of labor on
കമ്പോസിങ്, പ്രിൻറ്റിങ്, ബൈൻഡിങ് എക്സെട്ര അതൊന്ന് വായിക്കാം. ഏറ്റവും താഴത്തെ സെൻറ്റൻസ് നോക്കുക, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 50% കൂട്ടുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ പിന്നെ താഴത്തെ സെൻറ്റൻസ് നോക്കുക, ടു ദീസ് 50% ഈസ് ആഡഡ് ഓൺ അക്കൗണ്ട് ഓഫ് സെല്ലിംഗ് കമ്മീഷൻ എക്സെട്ര ആൻഡ് ദ ടോട്ടൽ ഈസ് ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് കോപ്പീസ് പ്രിൻറ്റഡ് ടു അറൈവ് അറ്റ് ദ സെയിൽ പ്രൈസ് ഓഫ് ഈച്ച്. ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നുണ്ടെങ്കിൽ 100 റുപ്യാണ് അതിന് കോസ്റ്റിംഗ്, പ്രൊഡക്ഷൻ കോസ്റ്റ് ആണെങ്കിൽ 50% കൂട്ടിയിട്ട് 150 റുപ്യക്ക് വിൽക്കുന്നതെന്നുള്ളത്. അങ്ങനെയാണ് വിൽക്കൽ. ഗവൺമെൻറ് പബ്ലിക്കേഷൻസ് ആ രീതിയിലാണ് വിൽക്കൽ എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. പേജ് നമ്പർ 26 എടുക്കുക. അതിൽ 30ാമത്തെ ആർട്ടിക്കിൾ ക്രെഡിറ്റ് സെയിൽസ് ഏത് ആർട്ടിക്കിളാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 30 അതൊന്ന് വായിക്കാം. നോ ആർട്ടിക്കിൾസ് ഓഫ് ഗവൺമെൻറ് ഷാൾ ബി സോൾഡ് ഓൺ ക്രെഡിറ്റ് എക്സെപ്റ്റ് വെർ സ്പെഷ്യൽ റൂൾസ്. അതായത് സർക്കാരിൻ്റെ ആർട്ടിക്കിൾസ് ഒന്നും പിന്നെ കടത്തിന് കൊടുക്കരുതെന്ന്, കടത്തിന് വിൽക്കരുതെന്ന്. അതിൽ ചില എക്സെപ്ഷൻ കേസ് പറഞ്ഞിട്ടുണ്ട്. എക്സെപ്റ്റ് വെർ സ്പെഷ്യൽ റൂൾസ് ഓർ ഓർഡർ ഹാവ് ബീൻ ഇഷ്യൂഡ് ബൈ ഗവൺമെൻറ് ചില എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പെർമിറ്റഡ് സച്ച് സെയിൽ സബ്ജക്റ്റ് ടു ദി condition laid down therein by certain department in respect of certain articles such as milk product and manures. അത് പരീക്ഷയ്ക്ക് വന്നതാണ്, ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തത് 31ാമത്തെ ആർട്ടിക്കിൾ റിസീപ്റ്റ് അണ്ടർ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ വരവ്. ഓൾ ഡ്യൂട്ടീസ് അണ്ടർ ദ മോട്ടോർ വെഹിക്കിൾ ആക്ട്, കേരള മോട്ടോർ വെഹിക്കിൾ ടാക്സേഷൻ ആക്ട്, കേരള മോട്ടോർ വെഹിക്കിൾ ബ്രാക്കറ്റിൽ ടാക്സ് ഓൺ പാസഞ്ചേഴ്സ് ആൻഡ് ഗുഡ്സ് ആക്ട്. ദ റൂൾസ് മെയ്ഡ് അണ്ടർ ദീസ് എനാക്ട്മെൻറ്റ് ഷുഡ് ബി പെയ്ഡ് ബൈ ദ പാർട്ടീസ് കൺസേൺ ഇൻ ദ ട്രഷറിയിൽ അടക്കണമെന്നാണ്. റെസിപ്റ്റഡ് ചലാൻ എക്സെപ്റ്റ് ദോസ് റിലേറ്റിംഗ് ടു റെമിറ്റൻസ് ഓഫ് ടാക്സ് അണ്ടർ ദ കേരള മോട്ടോർ വെഹിക്കിൾ ടാക്സേഷൻ ആക്ട് ആർ ടു ബി ഫോർവേഡ് ടു ദി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്സ്. അത് ശ്രദ്ധിക്കുക. അത് ഐറ്റം നോക്ക്. ഒന്ന്, ഫീ ഫോർ ദ ഫോളോവിങ് സർവീസ് അണ്ടർ മോട്ടോർ വെഹിക്കിൾ ആക്ട് ആൻഡ് റൂൾസ് ഫ്രെയിംഡ് ദർ അണ്ടർ ആൻഡ് ഇൻഷുറൻസ് തേർഡ് പാർട്ടി ആക്ട്. 27ാമത്തെ പേജ് ശ്രദ്ധിക്കുക. അതിൽ പർട്ടിക്കുലേഴ്സ് പരീക്ഷയ്ക്ക് വന്ന് ഏത് ആക്ട് എന്ന് ചോദിക്കുന്നുണ്ട്. പ്രൊവിഷൻ ഇൻ ദ ആക്ട് ആൻഡ് റൂൾസും 27ാമത്തെ പേജ് മനസ്സിലൊന്ന് ഓർമ്മിക്കുക. മോട്ടോർ വെഹിക്കിൾ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കുറേ പർട്ടിക്കുലേഴ്സ് പറയുന്നുണ്ട്. 1 മുതൽ 16 വരെ. ഇത് പരീക്ഷിച്ച് ചോദിച്ച് കാണുന്ന 4ാമത്തെ ചോദിച്ചിട്ടുണ്ട്, 11 ചോദിച്ചിട്ടുണ്ട്, 12, 15, 16 ചോദിച്ചിട്ടുണ്ട് 28ാമത്തെ പേജിൽ. അടുത്ത 28ാമത്തെ പേജിൽ ഡ്യൂസ് ഫ്രം ലോക്കൽ ബോഡീസ്, അതിൻ്റെ ആർട്ടിക്കിളും ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അടുത്ത പേജ് 29ാമത്തെ പേജിൽ 30A ആർട്ടിക്കിൾ 30A amounts due to a government from local bodies including overdue installment on account of repayment of loans taken by them shall be subject to recovery by എങ്ങനെയാണ് adjustment from grant in aid. അത് കീവേഡ്. other than those payable under the provision of a statute sanctioned for payment to them. അടുത്ത പേജ് മറിക്കാം. അതിൽ 34ാമത്തെ ആർട്ടിക്കിൾ മിസ്ലേനിയസ് ഡ്യൂസ് ആൻഡ് സ്പെഷ്യൽ റിക്കവറീസ്. ഏജ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അത് ഒരുപാട് ചോദ്യം ആ ആർട്ടിക്കിളിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ദ അക്കൗണ്ട് ജനറൽ മെയിൻറ്റെയിൻ എ രജിസ്റ്റർ ഓഫ് സ്പെഷ്യൽ റിക്കവറീസ് ഇൻ വിച്ച് ദ enters miscellaneous amount due to the government but not forming part of the ordinary revenue regularly administered by the government. Example, contribution for leave and pension of officers lent to foreign service, contribution from municipalities, contractors and other towards the cost of establishment entertained by government, Periyar lease monies, etc. അടുത്ത 35ാമത്തെ ആർട്ടിക്കിൾ 35 to 37 റൂൾ ഓഫ് റീഫണ്ട് ഓഫ് റവന്യൂവിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആ ആർട്ടിക്കിൾ ചോദിച്ചിട്ടുണ്ട് റൂൾ ഓഫ് റീഫണ്ട് ഓഫ് റവന്യൂ ഏത് ആർട്ടിക്കിളാണ്. 35 അല്ലെങ്കിൽ 35 to 37. അതിന് 36ാമത്തെ ഐറ്റം ഒന്ന് വായിക്കാം. 1, 2, 3, 4, 5, 6, 7 8 വരിയിലെ ഐറ്റം ജസ്റ്റ് ഒന്ന് വായിക്കാം, പരീക്ഷയ്ക്ക് വന്നതാണ്. 37ാമത്തെ ടൈം ലിമിറ്റ് ഫോർ ക്ലെയിം ഫോർ റീഫണ്ട്. ഓരോ റീഫണ്ടിനും ടൈം ലിമിറ്റ് ഉണ്ട്.
അതിൽ ബി ശ്രദ്ധിക്കുക, റീഫണ്ട് ഓഫ് റവന്യൂ ടു വിച്ച് ദ ക്ലെയിമൻ്റ് ആർ ലീഗലി എൻറ്റൈറ്റിൽഡ്. ആ പിന്നെ പാരഗ്രാഫ് തൊട്ട് താഴെ പാരഗ്രാഫ് ഒരുപാട് പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്നതാണ്. ഞാനത് വായിക്കാം. An application for a refund of revenue to be sanctioned ex gratia should be rejected if it is received after 1 year from the date of credit. അത് റിജക്റ്റ് ചെയ്യുക എപ്പോഴാണ്? ആഫ്റ്റർ 1 year ഫ്രം ദ ഡേറ്റ് ഓഫ് ക്രെഡിറ്റ്. അതായത് 12 months എന്ന് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 1 yearന് പകരം 12 months എന്ന് ചോദ്യത്തിൽ വന്നിട്ടുണ്ട് ഓഫ് ദ റവന്യൂ ടു ദി ഗവൺമെൻറ്. അടുത്ത 33-ാമത്തെ പേജിൽ ഒരു എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. റീഫണ്ട് ഓഫ് ജുഡീഷ്യൽ ഡെപ്പോസിറ്റ് വിച്ച് ആർ ഗവേൺഡ് ബൈ ദ സിവിൽ റൂൾ ഓഫ് പ്രാക്ടീസസ് കേരള ഷുഡ് നോട്ട് ബി ബാർഡ് ബൈ ലിമിറ്റേഷൻ ഓഫ് ടൈം അണ്ടർ ദ ഇന്ത്യൻ ലിമിറ്റേഷൻ ആക്ട് 1908. ഇനി അടുത്തതാണ് വളരെ ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യമാണ്. 38-ാമത്തെ ആർട്ടിക്കിളായ റെമിഷൻ ഓഫ് റവന്യൂ, 38A വെയ്വർ ഓഫ് റവന്യൂ. ശ്രദ്ധിക്കണം, 38 പേജ് നമ്പർ 33. റെമിഷൻ ഓഫ് റവന്യൂ ഈസ് ദ അബാൻഡ്മെൻറ്റ് ഓഫ് ക്ലെയിംസ് ഓഫ് റവന്യൂ റൈസിങ് ഫ്രം ടാക്സേഷൻ ലോസ് സർവീസ് റെൻറ്റുകൾ, അതായത് ഒഴിവാക്കൽ നടത്താം റവന്യൂ വിത്തൗട്ട് എക്സോസ്റ്റിംഗ് ഓൾ അവന്യൂസ് ഓഫ് റിക്കവറി. ഈ റെമിഷൻ ഓഫ് റവന്യൂവിൻ്റെ ഒരു കീവേഡ് ഓർമ്മിക്കുക, അബാൻഡൻമെൻറ്റ് കേട്ടോ, അബാൻഡൻമെൻറ്റ്, അതൊന്ന് ഓർമ്മിക്കാം. അടുത്ത പേജിൽ 33. എവറി ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് സബ്മിറ്റ് ആനുവലി ഓൺ ഓർ ബിഫോർ 1st June, 1st June പരീക്ഷയ്ക്ക് വന്നതാണ്, ടു ദി അക്കൗണ്ട് ജനറൽ എന്ന് കൊടുക്കേണ്ടത് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോവിങ് ദ റെമിഷൻ ഓഫ് റവന്യൂ. 1st Juneലാണ് സാങ്ഷൻഡ് ഡ്യൂറിങ് ദ പ്രസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ ബൈ കോമ്പിറ്റന്റ് അതോറിറ്റി ഇൻ എക്സസൈസ് ഓഫ് ദ ഡിസ്ക്രിഷണറി പവർ വെസ്റ്റഡ് ഇൻ ദം അതർവൈസ് ദാൻ ബൈ ലോ ഓർ റൂൾ ഹാവിങ് ഫോഴ്സ് ഓഫ് ലോ. അതും പരീക്ഷയ്ക്ക് വന്നതാണ്. എപ്പോഴാണ്? June 1. അടുത്തത് വെയ്വർ ഓഫ് റവന്യൂ 38 ക്യാപിറ്റൽ ലെറ്റർ എ ഉപേക്ഷിക്കലാണ്. അതിനും ഒരു കീവേഡ് ഉണ്ട്. വെയ്വർ ഓഫ് റവന്യൂ ഈസ് ദ ഫോർസേക്കിംഗ് ഓഫ് റിക്കവറി ഉപേക്ഷിക്കൽ ഓഫ് ഓവർ പേയ്മെൻറ്റ് ആൻഡ് അതർ സിമിലർ ക്ലെയിം വിത്തൗട്ട് എക്സ്പ്ലോറിംഗ് ഓൾ പോസിബിൾ മീൻസ് ഓഫ് റിക്കവറി. ആദ്യത്തെ റെമിഷൻ ഓഫ് റവന്യൂവിൻ്റെ ഒരു കീവേഡ് അബാൻഡൻമെൻറ്റ്, വെയ്വർ ഓഫ് റവന്യൂവിൻ്റെ കീവേഡ് ഫോർസേക്കിംഗ്. തൊട്ടടുത്ത പാരഗ്രാഫ്, എവറി ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് സബ്മിറ്റ് ആനുവലി ഓൺ ഓർ ബിഫോർ 1st June ടു ദി അക്കൗണ്ട് ജനറൽ. അതിൽ റെമിഷൻ ഓഫ് റവന്യൂവിലും ഈ ഡേറ്റ് തന്നെയാണ് പറയുന്നത്, 1st June തന്നെയാണ് പറയുന്നത്. ഓൺ ഓർ ബിഫോർ ആണ്, ഒന്നുകിൽ ജൂൺ അല്ലെങ്കിൽ ജൂണിന് മുമ്പേ. June ടു ദി അക്കൗണ്ട് ജനറൽ എ സ്റ്റേറ്റ്മെൻറ്റ് ഷോവിങ് ദ വെയ്വർ ഓഫ് റവന്യൂ. ഓക്കെ. അടുത്ത 39-ാമത്തെ ചാപ്റ്റർ ലാസ്റ്റ്, ഓഡിറ്റ് ഓഫ് റെസിപ്റ്റ്. ദ റെഗുലേഷൻ ആൻഡ് റൂൾസ് റിലേറ്റിംഗ് to the audit of departmental receipt by the accountant general are printed in appendix 2. ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് പറഞ്ഞത്. ബ്ലോഗിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പരീക്ഷയ്ക്ക് വന്ന് 95% ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ചോദ്യം ഓരോ ആർട്ടിക്കിളിൻ്റെ താഴെയും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ചോദ്യം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാവും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.